Good evening everybody on frequency 59 plus 10 dB. Now the traffic 73 Sir VU3MYQ VU2 goes for Tango X over. Roger, thanks to Tony for taking from the 20 dB over us with a good audio. Here is the way to raining here. Almost rain. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു ഹാമാണ്. എൻ്റെ കോൾ സൈൻ VU3MYQ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഹാം സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. മറ്റൊന്നുമല്ല, സാധാരണ HF ട്രാൻസ്സീവർ, ഹോംബ്രൂ ചെയ്ത ട്രാൻസ്സീവറുകളിൽ സ്മീറ്ററും അതുപോലെ തന്നെ RF AGCയും സാധാരണയായിട്ട് കാണാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സിഗ്നൽ റിപ്പോർട്ട് കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയാറില്ല. ഏകദേശമെങ്കിലും കൊടുക്കണം, അപ്പോൾ അതിനൊക്കെ പറ്റാറില്ല. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്മീറ്റർ ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും കാണുക. ആദ്യമായിട്ട് നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് പരിശോധിക്കാം. ഇത് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. പിന്നെ അതിനുശേഷം ഓഡിയോ സിഗ്നലാണ് ഇതിലോട്ട് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ പോസിറ്റീവ് വശമുണ്ട്, നെഗറ്റീവ് വശമുണ്ട്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് വശം മാത്രം മതി. അതായത് മീറ്റർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊരു DC മീറ്ററാണ്. അപ്പോൾ അത് വർക്ക് ചെയ്യണമെങ്കിൽ DC വോൾട്ടേജാണ് തരേണ്ടത്. ശബ്ദതരംഗങ്ങൾ AC ആയതുകൊണ്ട് നമ്മൾ DC ആക്കാൻ വേണ്ടി നമ്മൾ ഈ ഡയോഡുകൾ ഉപയോഗിച്ച് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. നമുക്കൊരു നല്ലൊരു കവർ വേണം ഇതിന്, നല്ല ക്വാളിറ്റിയിലുള്ള. പിന്നീട് വേണ്ടത് ഒരു മീറ്ററാണ്. ഇത് ഞാൻ സ്ക്രാപ്പിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മീറ്ററാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. 2 ട്രാൻസിസ്റ്റർ, 3 റെസിസ്റ്റർ, 2 വേരിയബിൾ റെസിസ്റ്റൻസ്, 2 കപ്പാസിറ്റർ, 2 ഡയോഡ്, ഒരു കോപ്പർ ക്ലാഡ് ബോർഡ്. സാധനങ്ങൾ മാത്രം മതി നമുക്കിത് ചെയ്യാനായിട്ട്. വളരെ സിമ്പിളാണ്, എല്ലാവരും ചെയ്യണം. ലിസ്റ്റ് നമ്മുടെ ഈ സർക്യൂട്ടിലുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. നമുക്കിതിൻ്റെ നിർമ്മാണം തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് ഈ PCB ഒന്ന് ഡിസൈൻ ചെയ്യണം. ഞാൻ സാധാരണ ചെയ്യാറുള്ളത് സ്കെച്ചുവിന് വെച്ച് കമ്പോണൻറ്റ് സൈഡ്, അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്കും അത് ചെയ്യാവുന്നേ ഉള്ളൂ. മറ്റൊന്നും കൊണ്ടല്ല, പുതിയതായിട്ട് വരുന്നവർക്ക് ഏറ്റവും പ്രയോജനപ്രദമായ രീതിയാണിത്. കാരണം നമുക്ക് ഈ സർക്യൂട്ടിനെ പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിത് എല്ലാവർക്കും നിർദ്ദേശിക്കുന്നത്. അതിനുശേഷം നല്ല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്തൊക്കെ ഉപയോഗിക്കാം. PCB ശരിയായിട്ടുണ്ട്. ഇനി ഓരോ കമ്പോണൻറ്റുകളായിട്ട് നമുക്ക് ഇതിലോട്ട് വെച്ച് സോൾഡർ ചെയ്യാവുന്നതാണ്. സർക്യൂട്ട് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഓരോ കമ്പോണൻറ്റ് വീതം പിടിപ്പിക്കണം. ആദ്യം നമുക്ക് ഈ പ്രീസെറ്റ് പിടിപ്പിക്കാം. വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും എന്നുള്ളതുകൊണ്ട് തന്നെ ഞാനിത് കട്ട് ചെയ്തായിരിക്കും ഇടുന്നത്. കാരണം നിങ്ങൾ കൃത്യമായിട്ട് ആ സർക്യൂട്ട് നോക്കി ചെയ്താൽ മതി. ഇനി ഡിസ്ക് കപ്പാസിറ്റർ പിടിപ്പിക്കുക. സോൾഡറിങ് വളരെ ശ്രദ്ധാപൂർവം വേണം ചെയ്യാനായിട്ട്. മറ്റു സ്ഥലങ്ങളിലൊന്നും ഷോർട്ടാകാതെ ശ്രദ്ധിക്കണം. പിന്നീട് അടുത്ത് നമുക്ക് ഇതിൻ്റെ ട്രാൻസിസ്റ്ററാണ് പിടിപ്പിക്കേണ്ടത്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് എമിറ്റർ കളക്ടർ ഇതൊന്നും മാറിപ്പോകരുത്. ട്രാൻസിസ്റ്റർ ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത പണി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്ററാണ്, അത് പിടിപ്പിക്കണം. അപ്പോൾ കപ്പാസിറ്റർ നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്യുക. ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ കൊടുക്കുന്ന ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ 10 UF ആണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് IN 4048 ഡയോഡ് കണക്ട് ചെയ്യണം. അത് നമ്മുടെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് വശത്താണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡയോഡ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതായത് നമ്മുടെ സിഗ്നൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു തരംഗ രൂപത്തിലാണ്. അത് പോസിറ്റീവ് സൈഡും കാണും, നെഗറ്റീവ് സൈഡും കാണും. അപ്പോൾ നമുക്ക് ആവശ്യം പോസിറ്റീവ് സൈഡാണ്. അതുകൊണ്ട് ആണ് ഈ ഡയോഡ് ഈ രീതിയിൽ വയർ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ അതനുസരിച്ച് സോൾഡർ ചെയ്യണം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ സോൾഡർ ചെയ്തിട്ടുണ്ട് ഞാനത്. 10 UFൻ്റെ കപ്പാസിറ്റർ പിടിപ്പിക്കണം. ഈ കപ്പാസിറ്ററിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മുടെ മീറ്ററിൻ്റെ സൂചി വളരെ വേഗത്തിലും വളരെ വേഗത കുറച്ചും വർക്ക് ചെയ്യിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ 4.7 UFൻ്റെ കപ്പാസിറ്ററാണ് നല്ലത്. പിന്നെ നമുക്ക് ബേസിലുള്ള റെസിസ്റ്റർ പിടിപ്പിക്കാം. അതിനുശേഷം കളക്ടറിൽ ഉള്ള റെസിസ്റ്റർ പിടിപ്പിക്കണം.
പിന്നെ അപ്പോൾ അതും പിടിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ അടുത്തത് എമിറ്ററിലേക്കുള്ള പിന്നെ പ്രീസെറ്റാണ്, അതും പിടിപ്പിക്കുക. ഈ പ്രീസെറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മീറ്റർ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. അതായത് മീറ്റർ ഫുൾ റീഡിങ്, മീറ്ററിലെ സൂചി ഫുൾ റീഡിങ് വരുന്നവരെ നമ്മൾ ആ പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ടത് ആ മീറ്ററിൻ്റെ സൂചി ഫുൾ റീഡിങ്ങിൽ എത്തിക്കാൻ പറ്റും. പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് കാണിച്ചേക്കുന്ന പ്രീസെറ്റ് ഉപയോഗിച്ചിട്ടാണ് ആ സിഗ്നൽ ലെവൽ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണ സിഗ്നൽ സ്ട്രെങ്ത്തിൻ്റെ അത് സ്മീറ്റർ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് ഒന്നില്ലെങ്കിൽ സിഗ്നൽ ജനറേറ്റർ വല്ലതും വേണം. അപ്പോൾ നമ്മുടെ അതില്ലാത്തതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു കണക്കിൽ നമുക്ക് അത് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ AGC നമുക്ക് ആവശ്യമെങ്കിൽ കളക്ടറിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് നമ്മൾ ഫസ്റ്റ് IF-ലോട്ട് കൊടുക്കണം. നമ്മുടെ പാർട്സൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇൻപുട്ട് നമ്മൾ ട്രാൻസീവറിൻ്റെ ഓഡിയോ വരുന്ന, അതായത് വോളിയം കൺട്രോളിൻ്റെ ഇടത് വശത്തായിട്ട് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സപ്ലൈ കൊടുക്കുക. ഇപ്പം നമ്മുടെ മീറ്റർ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ ട്രാൻസീവറിൽ ഒന്നും തന്നെ ചെയ്യേണ്ട, ഒരു ചെറിയൊരു കണക്ഷൻ മാത്രം കൊടുത്താൽ മാത്രം മതി. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.